എൻ്റെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് പോളിസി ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ്. എങ്കിലും കഴിഞ്ഞ ദിവസം എൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ ഇൻഷുറൻസ് കമ്പനി ക്രെഡിറ്റ് ചെയ്ത് തുകയിൽ ഒരു ചെറിയൊരു വ്യത്യാസം. അതെന്തുകൊണ്ടാണ്? പലപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ കോളുകൾ വരുന്നതിൽ കസ്റ്റമേഴ്സിൻ്റെ സംശയം ഇതാണ്. മിക്കപ്പോഴും ആ ഒരു ഡിഫറൻസ്, അതായത് തുക കിട്ടിയതിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അതാണ് കസ്റ്റമേഴ്സിനെ എപ്പോഴും വലയ്ക്കുന്നത്. ഞാൻ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് എനിക്ക് മൊത്തം തുകയും കിട്ടാനല്ലേ, പക്ഷേ എങ്കിലും തുക ക്രെഡിറ്റ് ആയപ്പോൾ തുകയിൽ വളരെ ഒരു ഡിഫറൻസ് വരുന്നു. ക്യാഷ്ലെസ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് തീരെ കുറവാണ് കാണുന്നത്. എങ്കിലും ക്യാഷ്ലെസ് ഇല്ലാത്ത പോളിസികളിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. സാധാരണയായി നമ്മളൊരു ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതിലൊക്കെയാണ് കുറവ് വരുന്നത്? ആദ്യത്തെ കുറവ് വരുന്നത് കമ്പൽസറി പോളിസി എക്സസ്. അതായത് നമ്മുടെ വാഹനം ആക്സിഡൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ക്ലെയിം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോളിസി എക്സസ് തുക നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അത് ബൈക്കാണെങ്കിൽ 500 രൂപയും മറ്റു വാഹനങ്ങൾക്കാണെങ്കിൽ അത് 1500 മുതൽ 2000 രൂപയും. അത് ഇൻഷുറൻസ് കമ്പനികൾ മാറുന്നതനുസരിച്ച് ചെറിയൊരു വ്യത്യാസം വരും. അതുകൂടാതെ നിങ്ങളുടെ വാഹനത്തിൻ്റെ കൺസ്യൂമബിൾസിൽ നിങ്ങൾക്ക് ക്ലെയിം ലഭിക്കുന്നതല്ല. പക്ഷേ കൺസ്യൂമബിൾസ് എന്ന ആഡ് ഓൺ നിങ്ങൾ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കൺസ്യൂമബിൾസിന് നിങ്ങൾക്ക് ക്ലെയിം ലഭിക്കും. ഈ കൺസ്യൂമബിൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് ഫ്ലൂയിഡ്, AC-യുടെ ഗ്യാസ്, നട്ടുകൾ, ബോൾട്ടുകൾ, പിന്നെ വൈപ്പർ ബ്ലേഡ്, ഇവയൊക്കെ കൺസ്യൂമബിൾസിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ്. ഇത് കൺസ്യൂമബിൾസ് എന്ന ആഡ് ഓൺ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കുറവ് നിങ്ങളുടെ ബില്ലിൽ കാണും. അത് കുറച്ചുള്ള തുകയെ ക്രെഡിറ്റ് ആവുകയുള്ളൂ. പിന്നെ മറ്റൊരു സംഗതി ഉള്ളത് സാൽവേജ് വാല്യൂ. അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു മേജർ പാർട്ടാണ് ഡാമേജ് ആയിട്ടുള്ളതെങ്കിൽ ആ പാർട്ടിന് ഇൻഷുറൻസ് കമ്പനി ഒരു സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ ഒരു സാൽവേജ് വാല്യൂ കണക്കാക്കി അതിൽ കുറച്ചുള്ള തുകയായിരിക്കും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത്. എങ്കിലും ഇതൊന്നും അത്ര വലിയൊരു തുക ആവാനുള്ള സാധ്യത ഇല്ല. എങ്കിൽ കൂടി ചിലപ്പോഴൊക്കെ നല്ലൊരു തുകയുടെ ഡിഫറൻസ് ചില ബില്ലുകളിൽ കാണാറുണ്ട്. ഇത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവേയർ വന്ന് നിങ്ങളുടെ ആക്സിഡൻ്റ് ആയുള്ള വണ്ടി നോക്കി സർവേയർ അപ്രൂവ് ചെയ്തിരിക്കുന്ന പാർട്സുകളല്ലാതെ മാറിയിട്ടുണ്ട് എങ്കിൽ, അതിൻ്റെ ലേബർ കോസ്റ്റ് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ തുകയൊന്നും ഇൻഷുറൻസ് കമ്പനി പാസ്സാക്കി തരുന്നതല്ല. അത് വണ്ടിയുടെ സർവീസ് സെൻ്ററുകാരോട് പ്രത്യേകം പറയേണ്ടതാണ്. സർവേയർ അപ്രൂവ് ചെയ്ത് തന്നിട്ടുള്ള പാർട്സുകൾ മാത്രം മാറുക, അതിനുള്ള ലേബർ കോസ്റ്റ് മാത്രം ഈടാക്കുക. അതല്ലാതെ ചില സർവീസ് സെൻ്ററുകളെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ അഡീഷണൽ ആയിട്ട് കുറേയേറെ പാർട്സുകൾ മാറും. അതിൻ്റെ ബില്ലുമായിട്ടായിരിക്കും കസ്റ്റമർ ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുന്നത്. ആ ഐറ്റംസിനൊന്നും ഇൻഷുറൻസ് കമ്പനി പാസ്സാക്കുകയില്ല. അത് കുറച്ചിട്ടുള്ള തുകയായിരിക്കും കസ്റ്റമറിന് ലഭിക്കുക. അപ്പോൾ ഇത് നോർമലി ക്യാഷ്ലെസ് അല്ലാത്ത അവസരങ്ങളിലാണ്. ക്യാഷ്ലെസ് ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നേരിട്ട് സർവീസ് സെൻ്ററിൻ്റെ അക്കൗണ്ടിലേക്കാണ് പൈസ ക്രെഡിറ്റ് ആകുന്നത്. ക്യാഷ്ലെസ് അല്ലാത്ത അവസരങ്ങളിലാണ് ഇങ്ങനെ കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സമീപിക്കേണ്ടത് ഇൻഷുറൻസ് കമ്പനിയാണ്. ഇൻഷുറൻസ് കമ്പനിക്ക് നിങ്ങൾക്ക് പരാതി കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആ പരാതിയിൽ നിങ്ങൾ തൃപ്തനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. ഈ ഓംബുഡ്സ്മാനെ എപ്പോഴൊക്കെയാണ് സമീപിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു പരാതി കൊടുത്തു, അതിന് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു മറുപടി ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ മറുപടിയിൽ നിങ്ങൾ തൃപ്തനല്ല എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഓംബുഡ്സ്മാനെ സമീപിക്കാവുന്നതാണ്. കൗൺസിൽ ഓഫ് ഓംബുഡ്സ്മാൻ എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്കൊരു പരാതി അവിടെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഓംബുഡ്സ്മാൻ്റെ സൈറ്റിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പോയി ഈ പരാതി ഫയൽ ചെയ്യാവുന്നതാണ്. ക്ലെയിം സെറ്റിൽമെൻറ്റിൻ്റെ കേസിൽ അത് പരാതി 50 ലക്ഷത്തിന് മുകളിലുള്ളതാണെങ്കിൽ സിവിൽ കോടതിയാണ് സമീപിക്കേണ്ടത്. ഓംബുഡ്സ്മാൻ 50 ലക്ഷത്തിൽ കൂടുതലുള്ള പരാതികളൊന്നും സ്വീകരിക്കുന്നതല്ല. പിന്നെ ഇതല്ലാതെ ചില അവസരങ്ങളിൽ നിങ്ങളുടെ ക്ലെയിം മൊത്തമായിട്ടും റിജക്റ്റായി പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പോളിസി ഡോക്യുമെൻ്റ് എടുക്കുകയാണെങ്കിൽ ആ പോളിസി ഡോക്യുമെൻറ്റിൽ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ പോളിസി റിജക്റ്റ് ആവാനുള്ള സാധ്യതയുള്ളത് എന്നുള്ളത്. അതിൽ ആദ്യമായി പറയുന്നത്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന നോ ക്ലെയിം ബോണസ്, അതായത് നിങ്ങൾ ഇൻഷുറൻസ് പുതുക്കാനായി ചെല്ലുമ്പോൾ നിങ്ങളുടെ വാഹനത്തിനൊരു ക്ലെയിം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നോ ക്ലെയിം ബോണസ് ഉണ്ട്. ഈ നോ ക്ലെയിം ബോണസ് നിങ്ങൾ തെറ്റായി കൊടുക്കുകയോ അല്ലെങ്കിൽ ആ നോ ക്ലെയിം ബോണസിൻ്റെ ആനുകൂല്യം നിങ്ങൾ തെറ്റായി കൈപ്പറ്റുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന വാഹനത്തിന് ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ പഴയ പോളിസിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾ തെറ്റായി സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡേറ്റിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, സാധാരണയായി ഒരു ഡേറ്റ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ വാഹനം ഇൻസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് വാഹന ഇൻഷുറൻസ് കമ്പനികൾ ആ വാഹനം ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് പുതിയൊരു പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. അതിൽ ചെറിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എങ്കിൽ വാഹനത്തിനുള്ള ക്ലെയിമിൽ അതൊരു റിജക്ഷനായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, വാലിഡ് അല്ലാത്ത ഒരു ഡ്രൈവിംഗ് ലൈസൻസുമായാണ് നിങ്ങൾ വാഹനം ഓടിച്ചിരുന്നതെങ്കിൽ, അപകട സമയത്ത് വാലിഡിറ്റി ഇല്ലാത്ത, അതായത് എക്സ്പയറി ആയി പോയ ഒരു ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെയോ ആണ് വാഹനം ഓടിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വാഹനത്തിന് ക്ലെയിം ലഭിക്കുകയില്ല. അത് റിജക്റ്റ് ആയി പോകും. പ്രൈവറ്റ് വാഹനമാണെങ്കിൽ അത് കൊമേഴ്ഷ്യൽ ഉപയോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചു,
ആ ഉപയോഗത്തിലൂടെ ഒരു അപകടമുണ്ടായി, ആ അപകടത്തിൽ വരുന്ന ക്ലെയിമും റിജക്റ്റായി പോകും. പിന്നെ കൊമേഴ്ഷ്യൽ വാഹനത്തിൻ്റെ കേസുകളിലാണെങ്കിൽ പെർമിറ്റ് ഇല്ലാതെയുള്ള വാഹനം ഓടിക്കുകയാണെങ്കിൽ ആ സമയത്തുള്ള അപകടം, പിന്നെ അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ആളുകളെ കയറ്റിയുള്ള സഞ്ചാരം, അല്ലെങ്കിൽ ലോഡ് അനുവദിച്ചിട്ടുള്ള വെയിറ്റിൽ കൂടുതൽ വാഹനത്തിൽ ലോഡ് കയറ്റിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഉള്ള അപകടത്തിൽ നിന്നും ഉണ്ടാകുന്ന ക്ലെയിമുകൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ ഉത്തരവാദിയായിരിക്കുന്നതല്ല. മറ്റൊരു കാര്യം, നിങ്ങൾ ഒരു വാഹനത്തിൻ്റെ ക്ലെയിം, വാഹനം ആക്സിഡൻ്റ് ആയതിനു ശേഷം ഒരു ക്ലെയിം ഇനിഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ RC കോപ്പി, ഇൻഷുറൻസിൻ്റെ ഡോക്യുമെൻറ്റ്, വാഹന ഉടമയുടെ ലൈസൻസ്, ഇവ 3 നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇതിലെന്തെങ്കിലും ഒരു കുറവ് വരുത്തി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് ക്ലെയിം റിജക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മദ്യപിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരിയുടെ പിൻബലത്തോടു കൂടിയോ വാഹനം ഓടിച്ച് ആ വാഹനം അപകടത്തിൽ പെട്ട് കഴിഞ്ഞാലും അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ക്ലെയിം റിജക്റ്റ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. പിന്നെ സാധാരണയായി സംഭവിക്കുന്നതല്ല, എന്നിരുന്നാൽ കൂടി നിങ്ങൾ വാഹനത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അടയ്ക്കുന്നത് സാധാരണയായി ക്യാഷ് ആയിരിക്കും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കാർഡ് വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയൊക്കെ ആയിരിക്കും. ഇതല്ലാതെ ചെക്ക് കൊടുക്കുന്നവരാണെങ്കിൽ ഈ ചെക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ബൗൺസായി പോവുകയോ മറ്റോ ചെയ്ത് ആ ചെക്ക് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ക്ലെയിം വരുന്നത് എങ്കിൽ അതും റിജക്റ്റായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പോളിസി ഡോക്യുമെൻറ്റിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യം, ഈ വാഹനം, അതായത് ഇൻഷുർ ചെയ്ത വാഹനം റേസിങ്ങിനോ അല്ലെങ്കിൽ സ്പീഡ് ടെസ്റ്റിനോ മറ്റോ ഉപയോഗിച്ച് അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അപകടത്തിനുള്ള ക്ലെയിം ഒരു കാരണവശാലും ഇൻഷുറൻസ് കമ്പനികൾ കൊടുക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഷുറൻസ് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഷുറൻസ് പുതുക്കാനോ അല്ലെങ്കിൽ പുതിയ വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.